യേശുവിന്റെ ദേവാലയ ശുദ്ധീകരണത്തിന്റെ ആ ഒരു സംഭവമായിരുന്നു പ്രധാനമായിട്ട്. അതിനകത്തെ ഇൻഫർമേഷൻ നമ്മളിപ്പോ ഓരോ ക്ലാസ് പഠിക്കുമ്പോഴും there are materials to study, there are informations to learn. അപ്പോൾ തന്നെ there are messages to receive. ഒരു സംശയം ചോദിക്കട്ടെ? ശരി. അതെ, പഴയ നിയമത്തില് പെന്തക്കുസ്തി ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാ 3 പ്രാവശ്യം 3 മഹാപെരുന്നാളുകളുള്ളതില് ഒരെണ്ണം പെന്തക്കുസ്തി അല്ലേ? അതെ. കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം 40-ാം ദിവസം അവർ കൂടിയിരിക്കുമ്പോഴല്ലേ പെന്തക്കുസ്ത തിരുനാള് വന്നത്? അതിനെ കുറിച്ച് പറയാവേ. ചോദിച്ചു കഴിഞ്ഞോ? നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം വന്നപ്പോഴാണ് പെന്തക്കോസ്ത തിരുനാൾ ആരംഭിക്കുന്നതെന്നാണ്. ശരിക്കും അങ്ങനല്ല. പെന്തക്കോസ്ത തിരുനാളിലാണ് അവർ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ അനുഭവിച്ചത്. പെന്തക്കോസ്ത തിരുനാൾ എന്ന് പറയുന്നത് യഹൂദന്റെ തിരുനാൾ തന്നെയാണ്. അപ്പൊ ആ തിരുനാൾ കഴിഞ്ഞിട്ടാണ്, ആ തിരുനാളിന്റെ ദിവസത്തിലാണ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി എന്നുള്ളതേ അർത്ഥമുള്ളൂ. ഉദാഹരണം ഞാൻ വായിക്കാം. അത് അപ്പസ്തോല പ്രവർത്തനം നോക്കി. അപ്പസ്തോലന്മാരുടെ നടപടികള് 2-ാമത്തെ അധ്യായത്തില് പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങിയ ശേഷം അല്ല ആ ദിവസത്തെ പെന്തക്കോസ്ത ദിനം എന്ന് വിളിക്കുന്നത്. പെന്തക്കോസ്ത എന്ന് പറയുന്നത് യഹൂദന്റെ തിരുനാളാണ്. ആ തിരുനാളിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായോ? മറ്റൊരു വാക്കിൽ പറഞ്ഞാല് യഹൂദന്റെ തിരുനാളാകുന്ന പെന്തക്കോസ്ത തിരുനാളിനിടയില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം പെന്തക്കോസ്ത തിരുനാൾ ആരംഭിച്ചു എന്ന അർത്ഥമില്ല. എന്നാന്നറിയോ? കൊയ്ത്ത് നടക്കും. ഇത് ഈ യഹൂദന്റെ തിരുനാളുകളെല്ലാം അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം യഹൂദന്റെ തിരുനാളുകളെല്ലാം അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അപ്പൊ കൊയ്ത്ത് നടക്കും. അവന്റെ നാടുകളിൽ മുഴുവൻ കൊയ്ത്ത് നടക്കും. അപ്പൊ ഈ കൊയ്ത്ത് നടന്ന ശേഷം ഈ 50 ദിവസം കഴിയും. കൊയ്ത്ത് നടന്നു കഴിഞ്ഞ് എല്ലായിടത്തെയും കൊയ്ത്ത് നടന്നു കഴിയുമ്പോൾ 50 ദിവസം ഈ പെൻറ്റെ കോസ്തെ. അപ്പൊ ഈ പെൻറ്റെ എന്ന വാക്കിന്റെ അർത്ഥം 50th എന്നാണ്, 50ാമത്. കോസ്തെ എന്ന വാക്കിന്റെ അർത്ഥം സെലിബ്രേഷൻ ആണ്. അപ്പം പെൻഡക്കോസ്തെ എന്ന് പറഞ്ഞാൽ 50ാം ദിനത്തിലെ ആഘോഷം. മനസ്സിലാകുന്നു? അപ്പൊ കൊയ്ത്ത് നടന്നു കഴിഞ്ഞ് 50 ദിവസം കഴിയുമ്പം തനിക്ക് കിട്ടിയ കൊയ്ത്തിന് ദൈവത്തോട് നന്ദി പറയാൻ യഹൂദൻ ഒരുമിച്ച് കൂടും. ആ തിരുനാളിനെയാണ് പെന്തക്കോസ്ത തിരുനാൾ എന്ന് വിളിക്കുന്നത്. ആ തിരുനാളിലാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കൊണ്ട് അത് പെന്തക്കോസ്ത തിരുനാളായതല്ല. പെന്തക്കോസ്ത തിരുനാൾ ആയതുകൊണ്ടാണ് അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുകൊണ്ട് അതിനെ പെന്തക്കോസ്ത എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ പെന്തക്കോസ്ത തിരുനാൾ എന്ന് വിളിച്ചത്. ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കൃപാകടാക്ഷത്താല് ആശീർവദിക്കുകയും ഇവിടെ പറയുന്ന വചനങ്ങളെ മനസ്സിലാക്കുവാനുള്ള വിശേഷമായ കൃപ ഞങ്ങളുടെ മേൽ പകരുകയും ചെയ്യുമാറാകണമേ. 5 കാര്യം ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നു. 1, പരിശുദ്ധ ദൈവമാതാവിന്റെ നിരന്തരമായ കൂട്ടായ്മ, ഇടപെടല്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മാധ്യസ്ഥം, നിരന്തരമായ ഇന്റർസെഷൻ ഞങ്ങൾ വിശ്വാസത്താല് സ്വീകരിക്കുകയാണ്. 2, സകല വിശുദ്ധന്മാരുടെയും കൂട്ടായ്മ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ദൂതന്മാരുടെ വലിയ സംരക്ഷണം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. രക്തസാക്ഷികളുടെ വിശ്വാസത്തിന്റെ ധൈര്യം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. സഭയാം ശരീരത്തിന്റെ സർവ്വ ഐശ്വര്യവും ഞങ്ങൾ സ്വീകരിക്കുകയാണ്. സന്യസ്തരുടെ സമർപ്പണത്തോട് ചേർന്ന്, പുരോഹിതരുടെ പൗരോഹിത്യത്തോട് ചേർന്ന്, മേൽപ്പട്ടക്കാരിൽ നിക്ഷിപ്തമാക്കിയ ദൈവിക അധികാരത്തോട് ചേർന്ന് ഇന്ന് ഈ ശുശ്രൂഷയെ ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തുവെ, വചനം ജീവനായി തീർന്നവനെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ തുടർമാനമായുള്ള പഠനം ആരംഭിച്ച സമയത്ത്
എനിക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്രമീകൃതമായ പഠനത്തിന് എത്ര പേർ മനസ്സൊരുക്കത്തോടെ കടന്നു വരുമെന്നും പഠിക്കുമെന്നുള്ളതിന്. എന്നാൽ എന്നെ വളരെ അതിശയിപ്പിക്കുന്ന തരത്തില് പല പ്രായത്തിലുള്ളവര്, ഓർമ്മ നിൽക്കാത്ത പ്രായമെന്ന് നാട്ടുകാരൊക്കെ പറയുന്ന പ്രായത്തിലുള്ളവർ പോലും വളരെ തീക്ഷ്ണതയോടെ ഈ ക്ലാസ് ഏറ്റെടുക്കുകയും അനേകർക്ക് അത് അനുഗ്രഹമായി തീരുകയും ചെയ്തു. ഇന്ന് എൻ്റെ ഹൃദയം ഒരുപാട് നന്ദിയാൽ നിറയുന്നു. പ്രിയ സിസ്റ്റർ റെനീറ്റ് പറഞ്ഞതുപോലെ ബ്രദറെ, ഓരോ വെള്ളിയാഴ്ചയാകാൻ കാത്തിരിക്കുകയാണ്. അതുപോലത്തെ വലിയൊരു എക്സൈറ്റ്മെന്റ് ഓരോ മഠങ്ങളിലും, പ്രത്യേകിച്ച് സന്യസ്തരുടെ സമൂഹങ്ങളിലും പുരോഹിതരുടെ കൂട്ടത്തിലും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ ദൈവം ഒരുക്കുന്ന അവസരത്തിന് വിശേഷിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഇതുവരെ നിങ്ങൾ ഈ സ്റ്റഡീസിനോട് കാണിച്ച എല്ലാ ബഹുമാനത്തിനും ആദരവിനും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സിൽവി ബിനുവിനോട് ചോദിക്കാം. സിൽവി ബിനു, ഏതൊക്കെയാണ് ഈ യഹൂദന്റെ 7 തിരുനാളുകൾ? വേഗം പറയൂ. പറഞ്ഞു. 7 ഓർമ്മയില്ല എനിക്ക്. 3 പറയാം. കൂടാര തിരുനാൾ, പെന്തക്കോസ്ത് തിരുനാൾ, പാസോവർ, പെസഹ തിരുനാൾ. ഓക്കെ, 3 ഓർത്ത് വെക്കുന്നുണ്ട് അല്ലേ? പിന്നെ പുരീം തിരുനാൾ. നോക്കണ്ട ബാക്കി വിട്ടാരെ. അത്ര ഓർക്കുന്നു. അപ്പൊ ഈ നമ്മളെ ഞാൻ പറയായിരുന്നു നമ്മുടെ സിസ്റ്റർ സൂസനോട് ചോദിക്കാം. ഓക്കെ സിസ്റ്റർ സൂസൻ, ഈ യേശു ശരിക്കും ആ ദേവാലയത്തിലേക്ക് പോയ ആ ഒരു സംഭവം ശരിക്കും അത് എങ്ങനെയാണ് പഠിതാക്കൾ അതിനെ വീക്ഷിക്കുന്നത്? അതായത് അതൊരു, ഞാൻ എടുത്തു പറയായിരുന്നു, അതൊരു പഴയ നിയമത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ബാക്ക്ഡ്രോപ്പ് ആണ്. അതെന്തായിരുന്നു അത്? ഞാനിങ്ങനെ പല ഭാഗങ്ങൾ എടുത്തിട്ട് അത് വിശദീകരിക്കുകയായിരുന്നു. അതായത് കച്ചവടക്കാരുടെ സ്ഥലമാക്കരുത്. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചത് ആ ഒരു ആക്ഷൻ, അതൊരു കൈൻഡ് ഓഫ് ഒരു ആക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പ്രവാചക ശൈലി. എക്സാക്ട്ലി അതൊരു പ്രൊഫറ്റിക്കൽ ആക്ട് ആയിരുന്നു അല്ലെ? ഒരു പ്രവാചക ശൈലിയാണ് യേശു അവിടെ അവലംബിച്ചത്. യേശു ആ രീതിയിലാണ് അവിടേക്ക് കടന്നുപോയത്. ഓക്കെ, നമ്മുടെ ആരാണ്? നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛൻ. ഓക്കെ അച്ഛാ, ഈ ഏത് കാലത്ത് ഈ ദേവാലയത്തിന്റെ ഈ ചുറ്റളവിൽ കച്ചവടമൊക്കെ തുടങ്ങി? ഈ കയ്യപ്പാസിന്റെ കാലഘട്ടം. ഓക്കെ, അപ്പൊ വളരെ ആക്റ്റീവ് ആണ്. ഓക്കെ, കയ്യപ്പാവിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ? അപ്പൊ എന്തായിരുന്നു അതിന്റെ പിന്നെ ചേതോവികാരം? എന്തിനാ അങ്ങനെ തുടങ്ങി? ഈ കച്ചവടം തുടങ്ങിയത് ലോക്കൽ ഹീബ്രു കറൻസിയില് പല യഹൂദന്മാരും കൊണ്ടുവരുന്ന മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതുമൂലം കയ്യപ്പാക്കയ്ക്ക് കൂടുതൽ ലാഭം കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അങ്ങനെ ഒരു മണി എക്സ്ചേഞ്ചിന് വേണ്ടി ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ലോക്കൽ കറൻസിയിലേക്ക്. വെരി ഗുഡ് ആൻസർ സെബാസ്റ്റ്യൻ. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആരാണ്? നമ്മുടെ സാലമ്മ ഷാജിയോട് ചോദിക്കാം. സാലമ്മ ഷാജി, അപ്പൊ ഈ നമ്മുടെ ഈ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് എത്ര ഏക്കർ സ്ഥലത്തായിരുന്നു? 34 ഏക്കർ സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ഈ എല്ലാം എത്ര ക്ലിയർ ആയിട്ടാ പഠിച്ചു വെച്ചിരിക്കുന്നതാണോ? പ്രൗഡ് ഓഫ് യു ആൾ നിങ്ങള്. ഓക്കെ, അപ്പം ഈ ദേവാലയത്തിനകത്തായിരുന്നു ശരിക്കും നമ്മുടെ ഈ പറഞ്ഞ ദേവാലയ അങ്കണത്തില്, ദേവാലയഗിരി അല്ലെ? ദേവാലയ മലം, ഈ മല എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ? ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന 2 കാര്യമുണ്ട്. ഒന്ന് പറയാം എന്നാന്ന്? പല കാര്യങ്ങളും അവിടെ കച്ചവടം നടത്തുന്നുണ്ട്, പക്ഷെ യോഹന്നാൻ മാത്രം 2 കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്നൊക്കെയാ അത്? ആടിനെയും കാളയെയും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. ഓൾറൈറ്റ്. അപ്പൊ ഒരു ഏകദേശം ഒരു കണക്ക്, പെസഹാ ദിനത്തിൽ അറക്കപ്പെടുന്ന ആടിന്റെയും മാടിന്റെ ഒക്കെ ഏകദേശം ഒരു കണക്കൊക്കെ പറയുകയാണെങ്കിൽ എത്ര പറയാൻ പറ്റും സലമ? ഓരോ ദിവസവും അർപ്പിക്കുന്നത് വ്യത്യസ്തമായ അളവിലായിരുന്നു. അവർ പറഞ്ഞ ഓരോ ദിവസത്തിനും എത്ര ആടുകൾ വെച്ചു കൊടുക്കണം. 15-ാം ദിവസത്തിലേക്കാവുമ്പോ 13 ആടുകളെയും 2 കോലാടിനെയും പിന്നെ അങ്ങനെയായിരുന്നു അല്ലെ? അപ്പൊ ഇനിയിപ്പോ നമ്മള് ആരോട് അടുത്ത ചോദ്യം ചോദിക്കണം? ദീപ്തി, അത് ഇപ്പൊ ഈ യഹൂദ പുരുഷന്മാര് ഒരു വർഷം കൊടുക്കേണ്ട ദേവാലയ നികുതി എത്രയാണ്?
അറിയത്തില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ദീപ്തി? ഉണ്ടായിരുന്നു. ഓക്കെ. സാരമില്ല, പഠിക്കണം കേട്ടോ. ശരിയാവുന്നില്ല. ഓക്കെ. നമുക്ക് 5 അധ്യായം എക്സാം ഒക്കെ എഴുതണ്ടായോ? അതെ അതെ. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണ്ടായോ? അതെ അതെ. മിടുക്കിയായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. എന്തേരെയാണ് ഈ ദേവാലയത്തിലെ ഒരു പുരുഷൻ കൊടുക്കേണ്ട നികുതി? ഞാൻ ആ വാക്യം വരെ പറഞ്ഞ് എടുത്തായിരുന്നു. ഞാൻ ആ വാക്യം വരെ വായിച്ചായിരുന്നു. ആരാണ് പറയുന്നത്? പ്രായപൂർത്തിയായ എല്ലാ യഹൂദ പുരുഷന്മാരും എന്തേരെയാണ് കൊടുക്കേണ്ടത്? ദേവാലയ നികുതി. നമുക്കിതാ ആരോട് ചോദിക്കാം? അടുത്ത പേജ് എടുത്തേ. ആരാ പറഞ്ഞേ? വത്സമ ഇമ്മാനുവൽ പറഞ്ഞിരിക്കുകയാണ്, പ്രായപൂർത്തിയായ ഓരോ യഹൂദനും കൊടുക്കേണ്ടത് 1/2 ഷെക്കലാണ്. അതെവിടാ പറഞ്ഞിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളില്. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഇതൂടെ പറയാം. 3 അടയാളങ്ങള് ആരാ പറയുന്നത്? 3 അടയാളങ്ങൾ ആരാ പറയുന്നത്? നമ്മുടെ ഷേർലി ടീച്ചറിനോട്. യോനായുടെ അടയാളം. യോനയുടെ അടയാളം അതാണ്ട് ഉഷാമച്ചി പറയുന്നു. ഉറക്കെ പറ. യോനായുടെ അടയാളം, നിനവയുടെ അടയാളം. പിന്നെ ഈശോയുടെ 3 ദിവസത്തിനുള്ളിൽ ഞാനിത് പണിയും എന്ന് പറഞ്ഞത്. എന്റെ ദേവാലയത്തെ പൊളിപ്പീൻ. 3 അടയാളങ്ങളാണ്. മത്തായിയുടെ അടയാളം എന്താണ്? യോനയുടെ അടയാളം. മർക്കോസിന്റെ അടയാളം ഇല്ല. ലൂക്കോസിന്റെ അടയാളം എന്താണ്? നിനവയുടെ അടയാളം. യോഹന്നാന്റെ അടയാളം എന്താണ്? ദേവാലയമാകുന്ന തന്റെ ശരീരത്തിന്റെ അല്ലെ മന്ദിരത്തിന്റെ അടയാളം. ഏത് അധികാരത്താലാണ് ഇത് ചെയ്യുന്നതെന്ന് യേശുവിനോട് ചോദിച്ചപ്പം 2 കാരണം കൊണ്ട് യേശു മറുപടി പറഞ്ഞില്ല. എന്തൊക്കെയായിരുന്നു 2 കാരണങ്ങൾ? അത് 2 പറഞ്ഞാല് യേശുവിനെ കൊടുക്കും അവര്. എന്തൊക്കെയായിരുന്നു ആ 2 ഉത്തരങ്ങൾ? ഒന്ന്, തന്നെ ആരും അധികാരപ്പെടുത്തിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ സൻഹെദ്രീൻ സംഘത്തിന്റെ പേരിൽ താൻ അറസ്റ്റിലാവും. സൻഹെദ്രീൻ സംഘം തന്നെ അറസ്റ്റ് ചെയ്യും, തന്നെ ആരും അധികാരപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞാൽ. ഇനി ദൈവമാണ് അധികാരപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് ദൈവദൂഷണമായി മാറും. അതായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് ജസ്റ്റ് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചാപ്റ്റർ 3 വരികയാണേ. കുറച്ച് സ്പീഡിൽ പോകാമേ, കാരണം ഇച്ചിരി സമയം നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു പോയി. കാരണം നിങ്ങൾ ലേറ്റ് ആയിട്ട്, ഞാനിന്ന് 6 മണി മുതലേ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഭയങ്കര പാട്ടും ആരാധനയൊക്കെ ആയിരുന്നു. ആദ്യം ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് കാനായിലെ കല്യാണ നാളിലെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് നിക്കോദിമോസ് എന്ന് പറയുന്ന ആളുടെ അടുക്കലേക്ക് യേശു എത്തുന്ന ഒരു സന്ദർഭമാണ്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി ഇത് വരികയാണ് ഈ സംഭവം. അതായത് ആ ചാപ്റ്റർ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് എടുത്തു. യേശുവും നിക്കോദേമോസും എന്ന് പറയുന്ന ആ പാരഗ്രാഫിന്റെ പകുതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫരിസേയരിൽ നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ഫരിസേയരിൽ നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് അവിടെ തൊട്ടേ അങ്ങ് തുടങ്ങാം. ആ വേഴ്സ് തന്നെ എടുത്തു തുടങ്ങാം, അപ്പൊ പിന്നെ മനസ്സിലാവും. 2 റിലീജിയസ് സെക്ട് ആയിരുന്നു പ്രധാനമായിട്ട് യേശുവിനെ എതിർത്തിരുന്നത്. 2 മതത്തിന്റെ കൂട്ടമായിരുന്നു യേശുവിനെ എതിർത്തിരുന്നത്. ഒന്ന് ഫരിസേയരായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത് സദൂക്യരായിരുന്നു. ഫരിസേയരും സദൂക്യരും. സോ 2 റിലീജിയസ് സെക്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഫാരസീസ് ആയിരുന്നു, രണ്ടാമത്തേത് സദൂക്യൻസ് ആയിരുന്നു. പൊതുവെ ഫാരസീസ് ആർ മോർ സ്പിരിച്വൽ ദാൻ സദൂക്യൻസ്. സ്പിരിച്വൽ എന്ന് പറയുമ്പോഴും 2 ടൈപ്പ് സ്പിരിച്വാലിറ്റി ആയിരുന്നു അത്. ഒന്ന് പെരിഫറൽ ആയിട്ടുള്ള കുറച്ച് ഒരു ഇളക്കപ്പരിപ്പത്തിന്റെ ഒക്കെ ഒരു സ്പിരിച്വാലിറ്റി ആയിരുന്നു ഫാരസീസിന്റേതെങ്കിൽ സദൂക്യൻസിന്റേത് കുറച്ചുകൂടെ റാഷണൽ ആയിരുന്നു, കുറച്ചുകൂടെ റാഡിക്കൽ ആയിരുന്നു, കുറച്ചുകൂടെ ലിബറൽ ആയിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫരിസേയൻ ആയിരുന്നു ഈ വന്ന നിക്കോദിമോസ്. ഫരിസേയൻ എന്ന വാക്കിന്റെ അർത്ഥം മാറ്റി നിർത്തപ്പെട്ടവർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന അർത്ഥമാണ്. മാറ്റി നിർത്തപ്പെട്ടവർ അല്ലെങ്കിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ്. പെരീഷ എന്ന അരമായ പദത്തിൽ നിന്നാണ് ഫരിസേയർ എന്ന വാക്കിന്റെ ഉത്ഭവം. പെരീഷ, പരീക്ഷയല്ല, പെരീഷ.
എന്ന അരമായ പദത്തിൽ നിന്നാണ് ഫരിസയൻ എന്ന പദത്തിന്റെ ഉത്ഭവം. മാറ്റി നിർത്തപ്പെട്ടവർ അല്ലെങ്കിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ് ഈ വാക്കിന്റെ പ്രധാന അർത്ഥം. ഒരു താപസ ജീവിതം, അതാണ് ഫരിസേയ ജീവിതം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവരുടെ ഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? നമ്മുടെ ഈ നിക്കോദിമോസ്. കർത്താവിന്റെ അടുക്കൽ വരുന്ന നിക്കോദിമോസ് ഈ ഗ്രൂപ്പിലുള്ള ആളായിരുന്നു. എന്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഫരിസേയരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇദ്ദേഹം ആത്മീയതയ്ക്കെതിരല്ല, ഒരു തികഞ്ഞ ആത്മീയതയ്ക്ക് വേണ്ടി ജീവിതം തന്നെ വേർതിരിച്ച ആളായിരുന്നു. പക്ഷെ യേശുവിന്റെ ആത്മീയത അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഫരിസേയരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. ഫരിസേയർ എന്ന് പറയുന്നത് യഹൂദരുടെ ഇടയിലുള്ള അൽമായന്മാരായിരുന്നു, എന്ന് പറഞ്ഞാൽ ലെയ്മൻസ് ആയിരുന്നു ഫരിസേയർ. ഫരിസേയർ എന്ന് പറയുന്നത് ദ ലെയ്മൻസ്, സാധാരണക്കാരൻ, അവരായിരുന്നു ഫരിസേയർ. എന്നാൽ സദൂക്യരാകട്ടെ പുരോഹിതരായിരുന്നു. സദൂക്യൻസ് കൂടുതലായിട്ടും പുരോഹിതന്മാരും, ഫരിസേയർ കൂടുതലായിട്ടും അൽമായന്മാരുമായിരുന്നു, അല്ലെങ്കിൽ ലേമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരായിരുന്നു. ദൈവശാസ്ത്ര വീക്ഷണത്തിൽ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനിപ്പോ വന്നതുകൊണ്ട് ജസ്റ്റ് പറയുകയാണ്. ഫരിസേയർ ആകട്ടെ തോറ, ആദ്യത്തെ 5 പുസ്തകമില്ലേ, പെന്ററ്റുക്ക് അല്ലെങ്കിൽ തോറ, ആദ്യത്തെ 5 പുസ്തകത്തെ തോറ എന്നാണ് വിളിക്കുന്നത്. തോറയോടൊപ്പം പാരമ്പര്യവും അവർ അംഗീകരിച്ചിരുന്നു. ആര്? ഫരിസേയന്മാര്. തോറയും പാരമ്പര്യവും അവർ അംഗീകരിച്ചിരുന്നു ഫരിസേയര്. പക്ഷെ സദൂക്യരാകട്ടെ തോറ മാത്രം അംഗീകരിച്ചിരുന്നു. 5 ബുക്സും അതിന്റെ ട്രഡീഷനും ആരംഗീകരിച്ചിരുന്നു? ഫരിസേയർ അംഗീകരിച്ചിരുന്നു. പക്ഷെ സദൂക്യൻസ് ആകട്ടെ അവർ അംഗീകരിച്ചിരുന്നത് തോറ മാത്രമായിരുന്നു. അവർക്ക് ട്രഡീഷൻ ഒന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. ഫരിസേയർ മരിച്ചവരുടെ ഉയർപ്പിലും മരണപുനരുത്ഥാന ജീവിതത്തിലും മാലാഖമാരുടെ അസ്തിത്വത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്നു. മരിച്ചവർ ഉയർക്കുമെന്നും റിസറക്ഷനും അതുപോലെ തന്നെ മരണം, പുനരുത്ഥാനം, ഇതിലൊക്കെ ആര് വിശ്വസിച്ചിരുന്നു? മാലാഖമാരിലും ഒക്കെ വിശ്വസിച്ചിരുന്നു. ആര്? ഫരിസേയന്മാര്. സദൂക്യരാകട്ടെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും, പുനരുത്ഥാനത്തിലോ മാലാഖമാരിലോ മരിച്ചവരുടെ ഉയർപ്പിലോ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ ഈ വന്ന ഫരിസേയനായ നിക്കോദിമോസ് ആരാന്ന് ഈ ഒരു കാഴ്ചപ്പാട് നിന്നുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹി വാസ് നോട്ട് എവേ ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല, എന്നാൽ നിലവിലുള്ള ദൈവരാജ്യത്തിന്റെ സംവിധാനങ്ങളുമായിട്ട് വ്യക്തമായ അറിവില്ലാത്തവനാണ് ഈ നിക്കോദിമോസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത് നിക്കോദിമോസിനെ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇദ്ദേഹം സെൻഹെദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു. സെൻഹെദ്രീൻ സംഘം, നമ്മൾ കഴിഞ്ഞ ദിവസം ആ സംഘത്തെ കുറിച്ച് സംസാരിച്ചതാണ്. സെൻഹെദ്രീൻ സംഘം. സെൻഹെദ്രീൻ സംഘം എന്ന് പറയുന്നത്, സെൻഹെദ്രീൻ സംഘവും ഉണ്ട്, മഹാസെൻഹെദ്രീൻ സംഘവും ഉണ്ട്. സെൻഹെദ്രീൻ സംഘം എന്ന് പറയുന്നത് 23 മുതൽ 71 വരെയുള്ള അംഗങ്ങളുള്ളതാണ് ഈ സെൻഹെദ്രീൻ സംഘം എന്ന് പറയുന്നത്. 23 മുതൽ 71 വരെ അംഗങ്ങളുള്ളതാണ് സെൻഹെദ്രീൻ സംഘം. എന്നാൽ ഈ മഹാസെൻഹെദ്രീൻ സംഘം അല്ലെങ്കിൽ ഗ്രേറ്റ് സെൻഹെദ്രീൻ സംഘം എന്ന് പറയുന്നത് 71 അംഗങ്ങളുള്ളതാണ്. 23 മുതൽ 71 വരെ ഉള്ളതായിരിക്കും. 23 മുതൽ 71 വരെയുള്ള അംഗങ്ങളുള്ള കൗൺസിലുകളായിരുന്നു സെൻഹെദ്രീൻ സംഘം എന്ന് പറയുന്നതെങ്കിൽ, മഹാസെൻഹെദ്രീൻ സംഘത്തിൽ കൃത്യമായി 71 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതെങ്ങനെ ഇതിന്റെ ഈ വ്യത്യാസം വന്നിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സെൻഹെദ്രീൻ സംഘമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളമുള്ള ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ എടുത്തിരുന്നത്. സോ ദേ വെയർ ദ ഡിസിഷൻ മേക്കേഴ്സ്. ഈ മഹാസെൻഹെദ്രീൻ സംഘം എന്ന് പറയുമ്പോൾ അതിനൊരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും. സെൻഹെദ്രീൻ സംഘത്തിൽ 23 മുതൽ 71 വരെ അംഗങ്ങൾ കാണും. അത് കൗൺസിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഗ്രേറ്റ് സെൻഹെദ്രീൻ സംഘം എന്ന് പറയുന്നത് അതിനൊരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും. ആ അധ്യക്ഷൻ എന്ന് പറയുന്നത് മഹാപുരോഹിതനായിരിക്കും മിക്കവാറും. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. അപ്പൊ ഈ സെൻഹെദ്രീൻ സംഘത്തിലെ അംഗമായ നിക്കോദിമോസ് ആണ് കർത്താവിന്റെ അടുക്കല്
വരുന്നത്. നിക്കോദിമോസിനെ കുറിച്ചുള്ള പരാമർശങ്ങള് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കാണുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ വേറെ എവിടെയും നിക്കോദിമോസിനെ കാണാൻ കഴിയുകയില്ല. 3:1, 7:50, 19:36 3 സ്ഥലത്ത് നമുക്ക് നിക്കോദിമോസിനെ കാണാം. 3:1, 7:50, 19:36 പെട്ടെന്ന് എഴുതിക്കോ. നമുക്ക് നിക്കോദിമോസിനെ കാണാം. 3:1 നിക്കോദിമോസിനെ നമ്മൾ കാണുന്നത് യഹൂദന്മാരുടെ പ്രമാണിയായിട്ടാണ്. അദ്ദേഹം യഹൂദന്മാരുടെ പ്രമാണിയുമായിരുന്നു. ന്യായവിധി സംഘമായ സൻഹെദ്രീൻ സംഘത്തിലെ അംഗവുമായിരുന്നു. സൻഹെദ്രീൻ സംഘത്തിലെ അംഗമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് യഹൂദന്മാരുടെ പ്രമാണി എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ 7:50 നമ്മൾ ഇതേ നിക്കോദിമോസിനെ കാണുന്നു. പിന്നീട് നമ്മൾ അവസാനം കാണുന്നത് 19:39 അതനുസരിച്ച് അദ്ദേഹം വളരെ ധനികനായിരുന്നു. കാരണം യേശുവിന്റെ ശവസംസ്കാരത്തിന് വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധാരാളം കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എവിടെ? 19:36 36-39 വാക്യങ്ങളില്. അപ്പൊ ഇവിടെയാണ് പ്രധാനമായിട്ട് നിക്കോദിമോസിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ നിക്കോദിമോസിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് നിങ്ങളത് ഇത് കഴിഞ്ഞിട്ടൊന്ന് വേണമെങ്കിൽ നമ്മൾ ഈ ധ്യാനിക്കുന്ന 10 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. കാരണം അത് നല്ലതായിരിക്കും. ഞാൻ ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം, കാരണം കുറച്ച് സമയം നമുക്കിന്ന് പോയി, അതുകൊണ്ടാണ്. അപ്പൊ ഈ നിക്കോദിമോസ് കർത്താവിന്റെ അടുക്കൽ രാത്രിയിലാണ് വരുന്നത്. രാത്രിയിൽ നിക്കോദിമോസ് വരാൻ വേണ്ടിയുള്ള കാരണം 4 പറയുന്നത്. ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് നിക്കോദിമോസ് രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ വന്നു? 4 കാരണങ്ങളാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത്, പകല് യേശു വളരെ തിരക്കായിരുന്നു, യേശു വളരെ ബിസി ആയിരുന്നു. അപ്പം രാത്രി വന്നാൽ യേശുവിനെ കുറച്ചധികം സമയം സംസാരത്തിനായിട്ട് യേശുവിനെ കിട്ടും എന്ന ചിന്തയാണ് രാത്രി വരാൻ കാരണം എന്നുള്ളതാണ് ഫസ്റ്റ് വ്യൂ. കുറച്ച് ടൈം കൂടുതൽ യേശുവിനെ കിട്ടും രാത്രി വന്നാൽ, അതാണ് ഫസ്റ്റ് വ്യൂ. രണ്ടാമത്തെ വ്യൂ അനുസരിച്ച് ഇവിടെ പറയുന്ന ഈ രാത്രി എന്ന് പറയുന്നത് ഒരു ആത്മീക അല്ലെങ്കിൽ സ്പിരിച്വൽ ഡാർക്ക്നെസ് ആയിട്ടാണ് സഭാപിതാക്കന്മാർ കണ്ടിരിക്കുന്നത്. അതായത് ഈശോയുടെ അടുക്കൽ എത്താത്തവരെല്ലാവരും അന്ധകാരത്തിലാണ് എന്നത് പറയാൻ വേണ്ടിയാണ് നിക്കോദിമോസ് രാത്രിയിൽ വന്നു എന്ന പ്രയോഗം സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. അപ്പൊ ഒന്നാമത്തേത് ദീർഘമായി യേശുവായിട്ട് സംസാരിക്കാൻ, രണ്ടാമത്തേത് രാത്രിയിൽ എന്ന് എടുത്തു പറയുന്നതിലൂടെ നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തിയും മറ്റെല്ലാവരും കർത്താവിന്റെ അടുക്കൽ എത്താത്ത എല്ലാവരും അന്ധകാരത്തിലാണ് എന്നത് വിശദീകരിക്കാൻ വേണ്ടിയുള്ള പ്രയോഗം. മൂന്നാമത്തേത്, യഹൂദന്മാരോടുള്ള ഭയം നിമിത്തമായിരിക്കണം രഹസ്യത്തിൽ യേശുവിന്റെ അടുക്കൽ വന്നത്. യഹൂദന്മാരോടുള്ള ഭയം നിമിത്തം. കാരണം തൊട്ട് പുറകിലത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ദേവാലയം ശുദ്ധീകരിക്കുന്ന യേശുവിനെ. സ്വാഭാവികമായിട്ടും യഹൂദന്മാരുടെ കണ്ണിലെ ഒരു കരടായി യേശു മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാരിൽ പ്രമാണിയായ ഒരാള് യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അത് വലിയൊരു സ്വാധീനമായിട്ട് മാറും. അതുകൊണ്ടാണ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ എത്തിയതെന്നുള്ള മൂന്നാമത്തെ അനുമാനം. നാലാമത്തേത്, റബ്ബിമാര് തോറ പഠിച്ചിരുന്നത്, തോറ എന്ന് പറയുന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഠിച്ചിരുന്നത് രാത്രിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിക്കോദിമോസ് രാത്രിയിൽ വന്നതിന്റെ ഉദ്ദേശം അത് അവരുടെ കോമൺ പ്രാക്ടീസ് ആണ്. രാത്രിയിലാണ് അവർ തോറ പഠിച്ചിരുന്നത്, അങ്ങനെയാണ്. അപ്പൊ ഒന്നാമത്തെ ദീർഘമായി രാത്രി സംസാരിക്കാമെന്നുള്ള ചിന്ത. രണ്ടാമത്തേത്, യേശുവിനെ അറിയാത്തവരെല്ലാം അന്ധകാരത്തിലാണ്. അപ്പൊ നിക്കോദിമോസ് വന്ന രാത്രിക്ക് സുവിശേഷം കൊടുക്കുന്ന അർത്ഥം ആ അന്ധകാരം ആണ് എന്നുള്ളത്. മൂന്നാമത്തേത്, യഹൂദന്മാരോടുള്ള ഭയനിമിത്തം. നാലാമത്തേത്, റബ്ബിമാർ രാത്രിയിലാണ് തോറ പഠിച്ചത്. അതുകൊണ്ട് ജോഷുവയുടെ അടുക്കൽ അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ രാത്രിയിൽ നിയമം പഠിക്കുവാനായി വന്നു എന്നുള്ളതാണ് രാത്രിയിലെ വിഷയം. ഇനിയാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ഇത്രയും സമയം നമ്മൾ ഈ പടപ്പും വല്ലയൊക്കെ തല്ലുകയായിരുന്നു. ഇനി ഈ വിഷയത്തിലേക്ക് വരിക. ഇവിടെ വീണ്ടും ജനനത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. 3:3 വായിക്കാമോ? 3:3 ആരാ വായിക്കുന്നത്? 3:3. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു,
വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ആ സന്ദർഭം പെട്ടെന്നൊന്ന് വായിച്ചു കേട്ടോ കേൾവിക്കാർക്ക് വേണ്ടി. നിക്കോദമസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം ഇവിടെ വിശദീകരിക്കുന്നത് ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം, ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ച് ഈ യഹൂദ സെൻഹെദ്രീൻ സംഘമായ നിക്കോദിമോസ് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് സെൻഹെദ്രീൻ സംഘം എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടി, ഫരിസയർ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടി. അപ്പൊ ഫരിസയരിൽ പ്രമാണിയായ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വരാനായിട്ട് അയാളെ പ്രേരിപ്പിച്ച 3 ഘടകങ്ങൾ. ഒന്ന്, യേശുവിനെ കുറിച്ച് കേട്ട അത്ഭുതങ്ങളാണ്. ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് ഇയാൾ കേട്ടിട്ടുണ്ട്. അത് തൊട്ട് മേളത്ത് വാക്യത്തിൽ പറയുന്നുണ്ട്, റബ്ബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നും ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് ഞാൻ അറിയുന്നു. 2-ാമത്തെ വചനം വായിച്ചേ. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ഈ അടയാളങ്ങൾ, അപ്പൊ ഏതൊക്കെ അടയാളങ്ങൾ നിക്കോദിമോസ് കേട്ടിട്ടുണ്ട്? ഏതായിരിക്കും അടയാളങ്ങൾ? കാനായിലെ കല്യാണ നാളിലെ അടയാളമായിരിക്കാം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അടയാളമായിരിക്കാം. പിന്നെ യോഹന്നാൻ തന്നെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അടയാളങ്ങൾ യേശു പ്രവർത്തിച്ചു എന്ന് ജെറുസലേമിൽ ദേവാലയത്തിൽ വെച്ച്. അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ അടയാളങ്ങളെ കുറിച്ച് എല്ലാം കേട്ടിട്ടുണ്ട്. അപ്പം ഹിയർ നിക്കോദിമോസ് ഈസ് കമ്മിങ് വിത്ത് എ ഗ്രേറ്റ് കൺവിക്ഷൻ ദാറ്റ് യു ആർ ഫ്രം ഗോഡ്, നീ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്നുള്ള വലിയ അറിവിലാണ് വരുന്നത്. അത് നമുക്ക് ക്ലിയർ ആണ്. എന്നിട്ടാണ് ഇനി ചോദിക്കുന്നത്, ചോദ്യം എന്തായിരുന്നു? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. നിക്കോദിമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ചോദ്യം എന്തായിരിക്കും? ചോദ്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഉത്തരം? സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന്. അപ്പൊ ചോദ്യം എന്തായിരിക്കും? എങ്ങനെ എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം? ഇവിടെ കിട്ടിയല്ലോ. എന്താണ് ചോദ്യം? ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം? മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം ക്ലിയർ ആണെങ്കിൽ തലകുലുക്ക്. ഓക്കെ, അതിന് ഉത്തരമായിട്ട് യേശു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. വായിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പൊ ഈ പദമാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കേൾക്കണം. വീണ്ടും ജനിക്കുക. ഒന്ന് അടിപൊളി കേട്ടോ. വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പൊ ചോദ്യം എന്തായിരിക്കും? എങ്ങനെ വീണ്ടും ജനിക്കാൻ കഴിയും? ഉത്തരം യേശു പറയുകയാണ്, വീണ്ടും ജനിക്കാതെ എങ്ങനെ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയും? അതാണ് ചോദ്യം. യേശു ഉത്തരം പറയുകയാണ്, വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഇനി എങ്ങനെ വീണ്ടും ജനിക്കണം? അതായിരിക്കും 2-ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം യേശു ഉത്തരം പറയുകയാണ്, അത് എത്രാം വാക്യ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഓക്കെ, അപ്പം 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം? ഉത്തരം യേശു പറയാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. എങ്ങനെ വീണ്ടും ജനിക്കണം? അതാണ് 2-ാമത്തെ ചോദ്യം. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അടിപൊളി ഇടാപ്പത്തിന് വെള്ളത്താലും ജലത്താലും ആത്മാവിനാലും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും. എത്രാമത്തെ വാക്യം? 5-ാമത്തെ. 3-5. ജലത്താലും ആത്മാവിനാലും. അപ്പൊ വീണ്ടും ജനനം എന്നതാണ്? യേശു പഠിപ്പിക്കുകയാണ്, ജലത്താലും ആത്മാവിനാലുമുള്ള ജനനമാണ് വീണ്ടും ജനനം. ബോൺ അഗെയിൻ അല്ലെങ്കിൽ റീബർത്ത് എന്ന് പറയുന്നത്, റീബർത്ത് ഈസ് ത്രൂ ദി വാട്ടർ ആൻഡ് ത്രൂ ദ സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലും സംഭവിക്കുന്നതാണ് വീണ്ടും ജനനം. ഇതേ കാര്യം ലൂക്കോസ് സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്. അവിടെ ആത്മാവിനാലും അഗ്നിയാലുമാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ലൂക്ക 3:16. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശദീകരണം 3:5 പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. അപ്പൊ നമുക്കിത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലെ നിക്കോദിമോസിനും ഇത് മനസ്സിലായില്ല. ഉടനെ യേശു ചോദിക്കുകയാണ്, ആ ഭാഗം വായിക്കാം തൊട്ട് താഴെ ചോദിക്കുന്നുണ്ട്, യഹൂദന്റെ പ്രമാണിയായിട്ട് നിനക്ക് അറിയത്തില്ലേ? അതാ എനിക്ക് കിട്ടുന്നത്. എത്രാമത്തെ വാക്യം അത്? ഞാൻ എന്റെ ഐപാഡില്ലേ, ഈ ഡിവൈസ് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ടാ അത് 10-ാം വാക്യം. യേശു പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ, എന്നിട്ടും ഈ കാര്യം ഒന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി എത്രാമത്തെ വാക്യം അത്? 10-ാം വാക്യം. യോഹന്നാൻ 3:10. 10. അപ്പൊ യഹൂദന്റെ ഗുരുവായ സൻഹെദ്രീൻ സംഘത്തിലെ അംഗമായ ഈ വ്യക്തിയിൽ നിന്ന് കർത്താവ് എന്ത് പ്രതീക്ഷിക്കുന്നു? ഇത്രയും പറഞ്ഞപ്പോ ഉള്ള ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഏതാണ്? വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞപ്പം അത് ഈ വ്യക്തിക്ക് മനസ്സിലാകുമെന്ന് ആര് പ്രതീക്ഷിക്കുന്നു? കർത്താവ് പ്രതീക്ഷിക്കുന്നു. അല്ലെ? 3:10 നമ്മളതാ കാണുന്നത്. ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചോ. നീ യഹൂദന്റെ. യേശു പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യം ഒന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി. അപ്പൊ യഹൂദന്റെ ഗുരുവിന് ഈ കാര്യം മനസ്സിലാകും. നിനക്കെന്നാ മനസ്സിലാകാത്ത? അപ്പൊ എങ്ങനെയാ യഹൂദന്റെ ഗുരുവിന് ഈ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം, വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്നതാന്ന് എങ്ങനെ മനസ്സിലാവും? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് അവർക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം, അവരുടെ കയ്യിൽ ഇരിക്കുന്ന പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അവർക്കിത് മനസ്സിലാവുള്ളൂ. അപ്പൊ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിനക്കറിയത്തില്ലേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ വീണ്ടും ജനനം എന്നതാന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ക്വസ്റ്റ്യനിലൂടെ പോണം. പിടികിട്ടിയോ? 10-ാമത്തെ വചനം. യഹൂദന്റെ പ്രമാണിയായിട്ട് നിനക്കിത് അറിയത്തില്ലേ? അപ്പൊ യഹൂദന്റെ പ്രമാണിയാണെങ്കിൽ നിനക്കിത് അറിഞ്ഞേ പറ്റൂ. യഹൂദന്റെ പ്രമാണിയായി നിനക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം യഹൂദന്റെ പ്രവചന പുസ്തകത്തിൽ, അല്ലെങ്കിൽ തോറയിൽ, പെന്ററ്റൂക്കിൽ, കാവ്യ പുസ്തകത്തിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതാണിത് എന്ന് പറഞ്ഞ പുതിയൊരു കാര്യമല്ല ഇത്. അപ്പൊ എവിടെയാണത് പറഞ്ഞിരിക്കുന്നത്? എസെക്കിയേൽ പ്രവചനം എടുക്കാം. എസെക്കിയേൽ 36-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനമാണ് യേശു ചോദിക്കുന്നത്. നിനക്കിത് അറിഞ്ഞുകൂടെ? നിനക്കിത് അറിഞ്ഞുകൂടെ? എസെക്കിയേൽ പ്രവചനം 36:25. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. ഒരു പുതിയ നിങ്ങളുടെ മേൽ എന്ത് തളിക്കും? ശുദ്ധജലം തളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ ഇതാണ് ഈ വാക്യം. നിനക്ക് അറിയത്തില്ല എന്നാ ചോദിക്കുന്നത്. വെള്ളം കൊണ്ട് ശുദ്ധജലം തളിക്കും. എന്നിട്ട് എന്താ? നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. വെള്ളം തളിച്ച് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കും. അടുത്തത്. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഞാൻ നിർമ്മലരാക്കും. അടുത്തത്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അടുത്തത്. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. അടുത്തത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി കല്ലായ ഹൃദയം എടുത്തു മാറ്റും. പിന്നെന്ത് ചെയ്യും? എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പൊ ഇതാണ് ഈ വാക്യം. എസെക്കിയേൽ പ്രവചനം 36:25 കിടക്കുകയാണ്. ഇതാണ് നിക്കോദിമോസിനോട് ചോദിക്കുന്നത്. വെള്ളം കൊണ്ട് നടക്കുന്ന ഈ നവമായ ഹൃദയം നിനക്ക് തരുമെന്ന എസെക്കിയേലിന്റെ പ്രവചനത്തിലെ പ്രവചനം നിനക്കറിയില്ലേ? യഹൂദന്മാരുടെ പ്രമാണിയായി നിനക്കിത് അറിയത്തില്ലേ? അപ്പൊ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ സംഭവിക്കുന്നതാണ്. അവിടെ ഒരു പുതിയ ഹൃദയം തരും. പാപങ്ങൾ മോചിക്കപ്പെടും. നവമായി എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. നിങ്ങളെ എല്ലാ മാലിന്യവും ഞാൻ കഴുകിക്കളയും. ഇത് എസെക്കിയേൽ 36:24, 25, 26, 27 വാക്യങ്ങളിൽ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ എസെക്കിയേലിന്റെ പ്രവചനം ആരുടെ കയ്യിലുണ്ട്? യഹൂദന്റെ പ്രമാണിയായ, അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ഉപദേഷ്ടാവായ നിക്കോദിമോസിന്റെ കയ്യിലുണ്ട്. ഇത് കയ്യിലുള്ള നിക്കോദിമോസിനോട് കർത്താവ് ചോദിക്കുക, ഇതൊക്കെ ആയിട്ട് നിനക്കിത് അറിഞ്ഞുകൂടെ? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുന്നു. വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം എന്ന് പറഞ്ഞാൽ
ഞാൻ വെള്ളം അവരുടെ മേൽ തളിക്കും. ഒന്നുകൂടെ വായിച്ചു 36-ാം വാക്യം, 36-ന്റെ-25. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. അതാണ് ഒരു പുതിയ എസെക്കിയേല് 36-ൽ പറയാണ്, 25-ൽ പറയാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളെല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ നിർമ്മലരാകും, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും, നിങ്ങൾ എന്റെ കൽപ്പനകൾ കാക്കുകയും എന്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ശുദ്ധിയുള്ളവരുമാകും. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ താമസിക്കും, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും, എല്ലാ അശുദ്ധിയിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കും, ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകുവാൻ ഞാൻ കൽപ്പിക്കും. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് പട്ടിണി വരുത്തുകയില്ല. അപ്പൊ എസെക്കിയേലിലൂടെ പറഞ്ഞ് ഇത് അറിയത്തില്ലേ? നിങ്ങൾ കഴിയുമെങ്കിൽ ഈ അധ്യായം വായിക്കണം, 36-ാം അധ്യായം വായിക്കണം. ഇതാണ് ചോദിക്കുന്നത്, വെള്ളം തളിച്ചിട്ട് പുതിയതാക്കുന്ന ഈ ക്രിയ നിങ്ങൾക്ക് അറിയുകയില്ലേ എന്നാണ് നിക്കോദിമോസിനോട് ആര് ചോദിക്കുന്നത്? കർത്താവ് ചോദിക്കുന്നത്. ഇനി ആ നിക്കോദിമോസിനോട് ചോദിച്ച ചോദ്യം നമുക്കൊന്ന് എടുക്കാം. എവിടെ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം അല്ലെ? 3:6 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ. യേശു സത്യമായി നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടക്കാൻ കഴിയില്ല. നിക്കോദിമോസ് ചോദിച്ചു, മനുഷ്യൻ പ്രായമായ ശേഷം ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പൊ ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നിവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നതാണ് എസെക്കിയേൽ 36-ന്റെ-25 പറഞ്ഞത്, വെള്ളത്താൽ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ജനനം നൽകും. ഇതാണ് സഭയുടെ പ്രബോധനത്തില് നമ്മൾ വായിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണിത്. വാങ്ങണേ. ഇവിടെ ഇതിന്റെ വിശദീകരണം നടക്കുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മാമോദീസയുടെ ഭാഗമാണ് ഇതാ. 1238-ാമത്തെ ഖണ്ഡികയാണ് ഞാൻ വായിക്കുന്നത്. 317-ാമത്തെ പേജ്. 1238-ാമത്തെ ഖണ്ഡിക മതബോധന ഗ്രന്ഥമാണ്. മാമോദീസ ജലം റൂഹാകർഷണ പ്രാർത്ഥന കൊണ്ട് പവിത്രമാകുന്നു. ഈ റൂഹാധിഷ്ണ പ്രാർത്ഥന കൊണ്ട് പരിശുദ്ധാത്മാവ് വരണമേ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് പവിത്രമാകുന്നു. എന്ത്? മാമോദീസ ജലം. മാമോദീസ മുങ്ങുന്നവർ ശ്രദ്ധിച്ചു കേട്ടോ. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിന് ആ ജലത്തിന്മേൽ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കേണ്ടതിനായി സഭ അവിടുത്തെയോട് ദൈവത്തോട് യാചിക്കുന്നു. ഞാൻ വായിക്കുന്ന 1238-ാമത്തെ ഖണ്ഡികയാണ്. മാമോദീസ മുങ്ങുന്നവർ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിന് ആ ജലത്തിന്മേൽ ദൈവത്തിന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കുന്നതിനായി സഭ അവിടുത്തെയോട് യാചിക്കുന്നു. അപ്പൊ മാമോദീസയിലൂടെ സംഭവിച്ച, എസെക്കിയേൽ പറഞ്ഞു വെള്ളം തളിക്കൂ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? ഒന്നുകൂടെ വായിക്കണം. എസെക്കിയേൽ പറഞ്ഞു, ഞാൻ ആ നാളുകളിൽ അവരുടെ മേൽ വെള്ളം തളിക്കും. അത് മാമോദീസയുടെ മുൻകുറിയാണ് കേട്ടോ. എസെക്കിയേലില് എടുത്തു വെച്ചിട്ടുണ്ടോ ആ വാക്യം? ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ. ആരാ ആ വാക്യം? ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും അല്ലെ? അതെ. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. അപ്പൊ ആ ശുദ്ധജലം തളിക്കുമ്പോ അവിടെ ശുദ്ധജലം തളിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, ശുദ്ധജലം തളിക്കും. എല്ലാ മാലിന്യങ്ങളും നിങ്ങൾ ശുദ്ധരായി മാറും. ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? മാമോദീസയിലാണ്. അപ്പൊ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നു,
വീണ്ടും ജനിക്കുന്നത് മാമോദീസയിലൂടെയാണ്. നിങ്ങളത് നല്ലതായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ ഈ വാക്യം എടുത്തുകൊണ്ട് തന്നെ വിശദീകരിച്ചത്. വീണ്ടും ജനനം ബൈബിൾ അടിസ്ഥാനത്തിൽ മാമോദീസയിലൂടെയാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ 3:5 കൂടെ ഒന്ന് എടുത്തേ, അതോടെ ഒന്ന് ചേർത്ത് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 3:5. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. പുനർജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. ആ വാക്യം വന്നിട്ടുണ്ട്. നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുന്ന് കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിന്റെയും, ഈ പുനർജീവനമാണ് ഈ വീണ്ടും ജനനം, പുനർജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലാണ്. അപ്പൊ പുനർജീവനം എങ്ങനെയാ? സ്നാനത്താലാണ്. വീണ്ടും ജനനം എങ്ങനെയാ? സ്നാനത്താലാണ്. ഡേവിഡ് എച്ച്, ഇതാണ് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രവും ഇപ്പൊ മെയിൻ സ്ട്രീം ചർച്ചിലെ അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭകളുടെ ദൈവശാസ്ത്രവും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് ഇവിടെയാ വരുന്നത്. പെന്തക്കോസ്ത് വ്യാഖ്യാനം അനുസരിച്ച് വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ളത്താലല്ല. പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം അനുസരിച്ച് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ വീണ്ടും ജനിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ആ മെയിൻ ഡിഫറൻസ് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അവരെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ഈ വാക്യം എടുക്കും. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വെള്ളമല്ല, വചനമാണ് എന്ന് പറഞ്ഞാൽ വചനം കേട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഒരാൾ വീണ്ടും ജനിക്കുകയാണ് എന്നവർ വ്യാഖ്യാനിക്കും. എന്നിട്ട് കത്തോലിക്കരും അപ്പോസ്തോലിക സഭകളിൽ പോകുന്നവരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ ആയിട്ടുള്ളവരുടെ വീട്ടിൽ കയറി വന്ന് ചോദിക്കും, എന്റെ ബിന്ദുവേ നീ വീണ്ടും ജനിച്ചോ? എന്റെ പേളിയെ നീ വീണ്ടും ജനിച്ചോ? എന്റെ ജുവലെ നീ വീണ്ടും ജനിച്ചോ? ഉഷ വീണ്ടും ജനിച്ചോ? ട്രീസാമ്മ വീണ്ടും ജനിച്ചോ? സൂസന്ന ജോർജ് നീ വീണ്ടും ജനിച്ചോ എന്ന് ചോദിക്കുമ്പോ, ഓ ശരിയാ, ഞങ്ങളാരും വീണ്ടും ജനിച്ചില്ലല്ലോ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറഞ്ഞു വീണ്ടും ജനിച്ചില്ലോ എന്ന് പറഞ്ഞ് മർത്താമക്കാരി വത്സ ജി ജോസഫും പാലാക്കാരൻ ഷിൻറ്റോ ആന്റണിയും അങ്ങേയറ്റം പോയ നമ്മുടെ ബോബിച്ചായൻ വരെ എന്ത് ചെയ്യും? വീണ്ടും ജനിക്കാനും എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്, ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കാവോ എന്ന് ചോദിച്ച് ഓടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ വ്യക്തമായ ബോധ്യം കിട്ടണം. എസെക്കിയേൽ 36:25 പറഞ്ഞ വെള്ളം തളിച്ചുള്ള ശുദ്ധീകരണവും ശുചീകരണവും കല്ലായ ഹൃദയത്തെ മാറ്റി വീണ്ടും ജനിപ്പിക്കലുമാണ് നിക്കോദിമോസിനെ അറിയത്തില്ലേ എന്ന് കർത്താവ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് സഭയുടെ പ്രബോധനത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ 2 കാര്യം സജീവമാണ്. ഒന്ന് വെള്ളം, 2 പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ അടുക്കൽ വെള്ളവുമായി എത്തുമ്പോൾ സ്ഥാനാർത്ഥിയും ഉണ്ട്, സ്നാപകനും ഉണ്ട് അല്ലെ. സ്നാപകൻ എന്ന് പറഞ്ഞാൽ സ്നാനം കൊടുക്കുന്നയാള്, സ്ഥാനാർത്ഥി സ്നാനം സ്വീകരിക്കുന്നയാള്. ഇവിടെ സ്നാപകൻ പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ആ ജലത്തിന്മേൽ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കേണ്ടതിനായി. ഏത് ജലത്തിന്മേൽ? ജലം. ഇനി എന്ത് വരണം? ജലത്താലും ആത്മാവിനാലും ഉള്ള ജനനം. അപ്പം ജലമുണ്ട്, ആത്മാവുമുണ്ട്. അപ്പൊ ഈ ജലത്തിന്മേൽ എന്തു വരണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വരേണ്ടതിനായിട്ട് സഭ അവിടുത്തെയോട് അപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്യപൂർവമായ ഒരു സമയമാണ് മാമോദീസ സമയം. എന്ത് സംഭവിക്കുന്നു? മാമോദീസ ജലത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വർഷിക്കുന്നു. അങ്ങനെ മാമോദീസ ജലത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വർഷിച്ചിട്ട് ഒരു വ്യക്തിയിൽ നടക്കുന്ന ജനനമാണ് വീണ്ടും ജനനം. എസെക്കിയേൽ 36:25 പറഞ്ഞു, ഞാൻ അവരുടെ മേൽ വെള്ളം തളിക്കും. സ്പ്രിംഗ്ലിംഗ്, അവിടെ ഇമർഷൻ അല്ല, സ്പ്രിംഗ്ലിംഗ്. ഞാൻ അവരുടെ മേൽ വെള്ളം തളിക്കും.
ടൈറ്റസ് തീത്തോസ് 3:5 പറഞ്ഞു, പുനർജനനം സ്നാനത്തിലൂടെയാണ്, വീണ്ടും ജനനം സ്നാനത്തിലൂടെയാണ്. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം, എന്നാലും നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഈ യഹൂദ മതത്തിലേക്ക് നോക്കണേ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നിങ്ങൾ അടിവരയിട്ട് വളരെ ശ്രദ്ധിക്കുക. യഹൂദ മതത്തിലേക്ക് യഹൂദന്റെ വിശ്വാസം എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ട് പറയാം. യഹൂദന്റെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്റെ മേൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. ആരുടെ മേലുണ്ട്? യഹൂദന്റെ മേൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. വിജാതീയരുടെ മേൽ ദൈവത്തിന്റെ സംരക്ഷണം ഇല്ല. ഓക്കെ, അഥവാ ദൈവത്തിന്റെ സംരക്ഷണം യഹൂദൻ ഉള്ളതുപോലെ വിജാതീയർക്ക് കിട്ടണമെങ്കിൽ ആ വിജാതീയര് എന്ത് ചെയ്യണം? ഈ സ്നാനത്തിലൂടെ യഹൂദ മതത്തിലേക്ക് ചേരണം. മനസ്സിലാവുന്നു? അപ്പൊ ആ പുതുതായി വീണ്ടും ജനിച്ചിട്ടല്ലാതെ, അല്ലെങ്കിൽ പുതുതായി ജനിച്ചിട്ടല്ലാതെ ഒരുത്തർക്കും യഹൂദർക്കുള്ള ദൈവിക സംരക്ഷണം കിട്ടുകയില്ല. അപ്പൊ ആ പുതുതായി ജനിക്കുന്നതിന് യഹൂദർ ഉപയോഗിച്ചിരുന്ന രീതിയാണ് ജെന്റൈൽസും അലീൻസും ഒക്കെ ആയിട്ടുള്ള വിജാതീയരായിട്ടുള്ളവര് യഹൂദ മതം സ്വീകരിച്ച് പുതിയതായിട്ട് വരുന്നവരെ എന്ത് ചെയ്യും? അവരുടെ മേൽ ഈ എസെക്കിയേൽ 36:25 പറഞ്ഞ വെള്ളം തളിക്കും. വെള്ളം തളിച്ചു കഴിഞ്ഞാൽ അവർ യഹൂദ മതത്തിന്റെ ഭാവമാവുകയാണ്, യഹൂദ മതാനുസാരികളാവുക. ജന്മം കൊണ്ട് യഹൂദൻ അല്ലെങ്കിലും കർമ്മം കൊണ്ട് യഹൂദനായിട്ട്, നോട്ട് ബൈ ബർത്ത് ബട്ട് ബൈ വർക്ക്, അവരെന്ത് ചെയ്യുക? കർമ്മം കൊണ്ട് യഹൂദരായിട്ട് യഹൂദ മതത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ഈ ക്രിയ ആർക്കറിയാം? നിക്കോദിമോസിന് അറിയാം. എന്താ? വെള്ളം കൊണ്ട് സ്നാനം കൊടുത്ത് യഹൂദ മതത്തിലേക്ക് വ്യക്തികളെ കൊണ്ടുവരുന്ന ക്രിയ നിക്കോദിമോസിന് അറിയാം. ഇതേ ക്രിയ നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ്. അപ്പൊ അന്ന് യഹൂദൻ വിജാതീയന് സ്നാനം കൊടുക്കുമ്പം യെശയ്യാ 36:25 വെക്കുന്നത് വെള്ളം തളിക്കുക അവരുടെ മേൽ. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ മേൽ ഇന്നു മുതൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാൽ സകലവും പുതിയതായിരിക്കുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് നിക്കോദിമോസിന് അറിയാവുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിനക്കിതറിയില്ലേ? മാമോദീസയിലൂടെ വീണ്ടും ജനനം നടക്കുന്നു. ഇതാണ് സഭയുടെ ഏറ്റവും ശക്തമായ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് മാമോദീസ തൊട്ടി പരിപാവനമായി സൂക്ഷിക്കുന്നത്. ഒരു വിശ്വാസി സഭയുടെ ഗർഭപാത്രം എന്നാണ് മാമോദീസ തൊട്ടിയെ വിളിക്കുന്നത്, സഭയുടെ ഗർഭപാത്രം എന്ന്. അതുകൊണ്ടാണ് മാമോദീസ തൊട്ടി അത്രയ്ക്ക് സജീവമായിരിക്കുന്നത്. നമുക്ക് അറിയാം, ഇപ്പം സിറിയൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തില് ആ പൗരോഹിത്യ സ്വീകരണമാകട്ടെ എല്ലാ സ്റ്റെപ്പിലും നമുക്കറിയാം, പുരോഹിതൻ പൗരോഹിത്യ സ്വീകരണത്തിന് മുമ്പ് ആദ്യം പോയി ചുംബിക്കുന്നത് എന്തിനാണെന്നറിയോ? മാമോദീസ തൊട്ടിയാണ്. കാരണം അതവന്റെ ജനന സ്ഥലമാണ്, ഗർഭാശയമാണ്, സഭയുടെ ഗർഭാശയമായിട്ടാണ് മാമോദീസ തൊട്ടിയെ വിശേഷിപ്പിക്കുന്നത്. അതിനെ പരിപാവനമായിട്ട് സൂക്ഷിക്കുന്നു. എരുമയും പോത്തിനെയും കുളിപ്പിക്കുന്ന സ്ഥലത്ത് അതിന് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ വെള്ളത്തിന് പ്രാധാന്യതയുണ്ട്. അതാണ്, ഈ വെള്ളത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഈ വെള്ളത്തെയാണ് പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന ക്രിയ നടക്കുന്നത്. ഇതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. ഇനി നോക്കിയേ, ഉൽപ്പത്തിയിൽ തന്നെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഒന്നാമത്തെ സൃഷ്ടിപ്പ് നടക്കുന്നത് പോലും വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോഴാണ്. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെള്ളം ആത്മാവ്, വെള്ളം ആത്മാവ് ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നു. പിന്നീടാണ് ആകാശത്തിൽ പറക്കുന്ന പക്ഷികള്, ഭൂമിയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങള്, സമുദ്രത്തിൽ ചലിക്കുന്ന മത്സ്യങ്ങള്, പക്ഷികള്, മനുഷ്യരെല്ലാം പുറത്തു വരുന്നത്. അപ്പം സകല ജനനങ്ങൾക്കും മുന്നോടിയായിട്ട് ഉൽപ്പത്തിയിൽ വെള്ളത്തിന്റെ മീതെ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടായി. അതേ ആത്മാവിന്റെ പരിവർത്തനം വീണ്ടും ജനനത്തിനായിട്ട് ഇന്നും ഉണ്ടാകുന്നു എന്ന് സഭ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഭ പ്രാർത്ഥിക്കുന്നു. എന്തിന്? ആ ജലത്തിന്മേൽ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കേണ്ടതിനായി സഭ അവിടുത്തെയോട് യാചിക്കുന്നു. നിക്കോദിമോസിനോട് ചോദിക്കുകയാണ്, എസെക്കിയേൽ 36:25 നിനക്കറിയില്ലേ? എസെക്കിയേൽ 36:25 പറഞ്ഞ വെള്ളത്താലുള്ള ജനനം, ആ ജനനമാണ് ഈ പറഞ്ഞ വീണ്ടും ജനനം. അപ്പൊ മാമോദിസ സ്വീകരിച്ച ഓരോ മക്കളും അറിയേണ്ടത്, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്.
ഇനി ആരെങ്കിലും നിങ്ങളെ വീണ്ടും ജനിപ്പിക്കാന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ ഞങ്ങൾ വീണ്ടും ജനിപ്പിച്ച ആളാണ്, ബോൺ അഗെയിൻ ആണോ എന്ന് ചോദിച്ചാൽ സംശയ ലേശം എന്നെ മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കും പറയാം ഐ എം ബോൺ അഗെയിൻ. ഇനി നിങ്ങൾ ഒരാൾ വീണ്ടും ജനിപ്പിക്കാം എന്ന് പറഞ്ഞ ഒരാൾ വന്നാല് അവരോട് ചോദിക്കുക എങ്ങനെയാണ് വീണ്ടും ജനിപ്പിക്കുന്നത്. അവർ യോഹന്നാൻ 3:5 എടുത്തിട്ട് നിങ്ങളോട് പറയും വെള്ളത്താലും ആത്മാവിനാലുമാണ് വീണ്ടും ജനിക്കുന്നത്. എന്നിട്ട് അവർ വേഗം പറയും വെള്ളം എന്ന് പറഞ്ഞാൽ വചനമാണ്. വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പരിവർത്തിച്ചിട്ട് സംഭവിക്കുന്നതാണ് വീണ്ടും ജനനം. എന്നാൽ അതല്ല, വെള്ളം വചനമല്ല, വെള്ളം വചനമല്ല, വെള്ളം വെള്ളമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നതിന് പകരം ആദിയിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒക്കുവോ? ബോവിച്ചാ ഒക്കുവോ? ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ്, ദർ വാസ് ലോഗോസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയാ ഇൻ ദ ബിഗിനിങ് ദർ വാസ് വാട്ടർ. പറ്റുമോ? ഇല്ല. അപ്പൊ ആ വ്യാഖ്യാനം അവിടെ തെറ്റാകുകയാണ്. അപ്പൊ വീണ്ടും ജനനം വെള്ളത്താലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര വ്യത്യാസം. ഇത് നമ്മൾ അറിയുകയും നമ്മൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ബോൺ അഗെയിൻ ആണോ? യെസ്, ഐ എം ബോൺ അഗെയിൻ. എങ്ങനെ ബോൺ അഗെയിൻ ആണ്? വെള്ളത്താലും ആത്മാവിനാലും. വെള്ളം തളിച്ചാൽ ശരിയാകത്തില്ലല്ലോ. തളിച്ചാൽ ശരിയാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എവിടെ? യെശയ്യാവ് 36:25, എഹെസ്കേൽ 36:25, തീത്തോസ് 3:5. അപ്പൊ ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാകണം. ഇങ്ങനെ സംഭവിക്കുമ്പം ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നാണ് ഈശോ നടത്തുന്ന പ്രബോധനം. അപ്പൊ നിക്കോദിമോസിന് ഈ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. നിക്കോദിമോസിന് ഈ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമതൊരു ഉദാഹരണവും കൂടെ കർത്താവ് ഇവിടെ പറയുകയാണ്. ഇത് യോഹന്നാന്റെ ഒരു ശൈലിയാണ് കേട്ടോ. ഞാനത് ആദ്യമേ പറയാൻ വിട്ടുപോയതാണ്. ഇത് യോഹന്നാന്റെ ഒരു ഡയലോഗ് സ്റ്റൈൽ എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈല്, ചോദ്യ ഉത്തരം സ്റ്റൈല്. നിക്കോദിമോസ് ഒരു ചോദ്യം ചോദിക്കുക, യേശു അതിന് ഉത്തരം പറയുക. ഡയലോഗാണ്, ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലാണ്. ഇത് യോഹന്നാന്റെ ഒരു അവതരണ ശൈലിയായിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. നിക്കോദിമോസിന്റെ ഒരു ചോദ്യം, യേശു ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. പിന്നെ നിക്കോദിമോസ് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു, യേശു ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ ശൈലിയാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ അവലംബിച്ചിരിക്കുന്നത്. അപ്പൊ ആ ശൈലിയിൽ നമ്മളിപ്പം മനസ്സിലാക്കുകയാണ് വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. അതാണ് മാമോദീസ. ആ മാമോദീസയുടെ രഹസ്യം നിനക്കറിയില്ലേ നിക്കോദിമോസേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ ഈ പഠനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇന്ന് ഈ ഭാഗം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഭാഗത്ത് തന്നെ ഒരു പഠനവും കൂടി ആവശ്യമാണ്. കാരണം ഇവിടെ ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്നാ പറയുന്നത് അല്ലെ. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കാണാൻ കഴിയുകയില്ല. അപ്പൊ ഈ ദൈവരാജ്യം എന്ന ആശയം നമുക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ദൈവരാജ്യം എന്ന പ്രയോഗം ഏറ്റവും കുറവ്. 3:3-ലും 3:5-ലും മാത്രമേ ഉള്ളൂ ദൈവരാജ്യം എന്നുള്ള പ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ. എവിടേക്ക്? 3:3-ലും 3:5-ലും. എന്നാൽ മറ്റു സുവിശേഷങ്ങളിൽ മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രയോഗമാണ്. ഒരുപാട് പ്രാവശ്യം ദൈവരാജ്യത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം ദൈവരാജ്യത്തെ കുറിച്ചുള്ള വിശദീകരണം ഒത്തിരി ഉണ്ട്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വിശദീകരണം ഇത്ര വളരെ ചുരുക്കമായിട്ട് വിശദീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഭാഗം നമുക്കൊന്നുകൂടെ ഒന്ന് പഠിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് എടുക്കാം. എനിക്കറിയാം ഇച്ചിരി കട്ടിയാണിത്. കാരണം ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന വിഷയം ഇത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എനിക്കറിയാം ഈ ലിങ്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കേൾക്കണം. കാരണം ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോയത് കൊണ്ടാണ്. ഒരു പ്രാവശ്യം കൂടെ ഇത് കേൾക്കണം വീണ്ടും ഈ വിഷയം. അപ്പൊ ഈ ദൈവരാജ്യം എന്ന പദപ്രയോഗം 3:3-ലും 3:5-ലും പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം എന്ന പ്രയോഗം 7 സ്റ്റൈലിലാണ് ദൈവരാജ്യത്തെ കുറിച്ചുള്ള വിശദീകരണം തരുന്നത്. 7 പെട്ടെന്ന് എഴുതിക്കേ, പെട്ടെന്ന് 7 വേഗം എഴുതിക്കും. 7 ഭാഗമായിട്ടാണ് ദൈവരാജ്യത്തെ കുറിച്ച് ഉള്ള വിശദീകരണം തരുന്നത് സുവിശേഷത്തില്. ഒന്നാമത്തേത് ഉത്ഥാനം ചെയ്തവരുടെ അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ചവരുടെ ഭാവി അവസ്ഥയായിട്ടാണ് ദൈവരാജ്യം. ഒന്നാമത്തേത് ഉത്ഥാനം പ്രാപിച്ചവരുടെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റവരുടെ ഭാവി അവസ്ഥ, അതാണ് ദൈവരാജ്യം. സുവിശേഷത്തിൽ ദൈവരാജ്യത്തെ 7 ഭാഗമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഉത്ഥാനം ചെയ്തവരുടെ ഭാവി അവസ്ഥയാണ് ദൈവരാജ്യം.
2, അമർത്യരായ അനുഗ്രഹീതരായ മനുഷ്യരെ സൂചിപ്പിക്കുകയാണ് ദൈവരാജ്യം. ഉദ്ധാനം ചെയ്തവരുടെ ഭാവി അവസ്ഥയാണ് ദൈവരാജ്യം. രണ്ടാമത്തേത് അമർത്യരായ, മർത്യതയില്ലാത്ത, മരണമില്ലാത്തവരായ അനുഗ്രഹീതരെ സൂചിപ്പിക്കുകയാണ് ദൈവരാജ്യം എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഉദ്ധാനം ചെയ്തവരുടെ ഭാവി അവസ്ഥയാണ് ദൈവരാജ്യം. രണ്ടാമത്തേത് മരണമില്ലാത്തവരായ അനുഗ്രഹീതരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ദൈവരാജ്യം. മൂന്നാമത്തെ ദൈവരാജ്യം ഈ ലോകത്തിന്റെ ഭാവി രൂപാന്തരീകരണമാണ്. ഈ ലോകത്തിന്റെ ഭാവിയാണ്. ഈ ലോകത്തിന്റെ ഭാവി രൂപാന്തരീകരണമാണ് ദൈവരാജ്യം. ഈ ലോകത്തിന്റെ ഭാവി രൂപാന്തരീകരണമാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് എന്നാ സംഭവിക്കാൻ പോകുന്നു. ഉദ്ധാനം ചെയ്തവരുടെ ഭാവി അവസ്ഥയാണ് ദൈവരാജ്യം 1. 2, അമർത്യരുടെ അനുഗ്രഹീത അവസ്ഥയെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തേത് ഈ ലോകത്തിന്റെ ഭാവി അവസ്ഥ, ഭാവി രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ ഈ ലോകം ദൈവരാജ്യമായി മാറും. അതാണ് ദൈവരാജ്യത്തിന്റെ മൂന്നാമത്തെ ആസ്പെക്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, kingdom of God is a futuristic hope. Futuristic hope. Then secondly, kingdom of God is an expectation for those who conquer the death. Thirdly, kingdom of God is a state that we are going to see in this world. എന്ന് പറഞ്ഞാൽ the world is moving to the kingdom of God. നാലാമതായി ദൈവരാജ്യം എന്ന് പറയുന്നത് kingdom of God is a community led by the love. Kingdom of God is a community led by the love of God. അഞ്ചാമതായിട്ട് അപ്പോക്കാലിപ്റ്റിക് ഹോപ്പാണ്. വേറൊരു ലോകത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷയാണ്. അപ്പോക്കാലിപ്റ്റിക് ഹോപ്പാണ്. അവസാനമായിട്ട് ആറാമതായിട്ട് നിരവധി വിധത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു പ്രതീകമാണ്. Kingdom of God is a sign. So these are the 6, ഒരെണ്ണോടെ ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതല്ല. These are the 6 major outlook of the kingdom of God. First of all, it's a futuristic hope for the dead. Secondly, it's the hope for the blessed one. Thirdly, God is changing this world, and this world is going to change. Then the kingdom of God is a community led by the Spirit, led by the love of God. Then the kingdom of God is an apocalyptic hope, which is about the next world. വരാനിരിക്കുന്ന വേറൊരു ലോകം. Then finally, kingdom of God is a sign of different things. പല കാര്യങ്ങളുടെയും. അപ്പൊ ഓൾറെഡി നോട്ട് യെറ്റ്, അത് രണ്ടും എഴുതി വെക്കുക. ഓൾറെഡി നോട്ട് യെറ്റ്, ഇതാണ് ആ നേച്ചർ. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുമ്പം ആ രണ്ട് കാര്യം എഴുതുക. ഓൾറെഡി ഉണ്ട്, നോട്ട് യെറ്റും ഉണ്ട്. ഇത് രണ്ട് ഗോസ്പലിൽ നമ്മൾ കാണുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, അപ്പോൾ തന്നെ ദൈവരാജ്യം വരും. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹോപ്പുമാണ്. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആണ്, ബട്ട് നോട്ട് യെറ്റും ആണ്. എനിക്കറിയാം ഇത് നല്ലൊരു എക്സ്പ്ലനേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ തരാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ഉഴപ്പിയതല്ല, കറണ്ട് ഉഴപ്പിയതാണ്, എന്നോട് ക്ഷമിക്കും. ഓക്കെ, സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പം ഇത്രയും പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾ 2-3 പ്രാവശ്യം ഈ ക്ലാസ് കേൾക്കണം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ എത്തിയിട്ടുള്ളൂ. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പിന്നെ പഠിക്കുവേ. അപ്പം കാരണം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പിന്നെയും പഠിക്കും. ഞാൻ അത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.
ഇവിടെ ഈ കാറ്റിന്റെ കാര്യമൊക്കെ പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ അതിനുവേണ്ടി സമയം എടുക്കുന്നില്ല. സോ മെയിൻലി നമ്മൾ ഇന്ന് പറഞ്ഞ ആ ഒരു ചിന്ത ഈ നിക്കോദിമോസിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു. നിക്കോദിമോസിനെ പറ്റി ഒരുപാട് വീക്ഷണങ്ങളുണ്ട്. നിക്കോദിമോസ് സെൻഹദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു. നിക്കോദിമോസ് ഫാരിസേയനായിരുന്നു. നിക്കോദിമോസ് ധനവാനായിരുന്നു. നിക്കോദിമോസ് യഹൂദ പ്രമാണിയായിരുന്നു. നിക്കോദിമോസിനെ 3 സിറ്റുവേഷനിലാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ 3:3, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ നിക്കോദിമോസിനെ കാണുന്നു. അതുപോലെ തന്നെ 7:50 കാണുന്നു. 36-ാമത്തെ വചനത്തിലൊക്കെ കാണുന്നു. അവിടെ യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന അരിമത്യക്കാരനായ ജോസഫിന്റെ കൂടെ നമ്മൾ ഈ നിക്കോദിമോസിനെയും കാണുന്നു. അന്നത്തെ കാലത്ത് ഈ വളരെ വിലപിടിപ്പുള്ള സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വെക്കാൻ കഴിയണമെങ്കിൽ അവർ വലിയ റബ്ബിമാരായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പണമുള്ളവരായിരിക്കാം. രാത്രിയിൽ വരാൻ പ്രാഥമികമായിട്ട് 4 കാരണങ്ങളാണ് ഉള്ളത്. 1, യേശുവിനെ ശല്യപ്പെടുത്തരുത്, ദീർഘസമയം സംസാരിച്ചിരിക്കണം. 2, യേശുവിനെ അറിയാത്തവരെല്ലാം ഇരുട്ടിലാണ് എന്നുള്ളത് വിശേഷിപ്പിക്കാൻ യോഹന്നാൻ രാത്രിയിൽ വന്നു എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചതായിരിക്കാം. 3-ാമത്തേത് യഹൂദന്മാരോടുള്ള ഭയം നിമിത്തമായിരിക്കാം. കാരണം ദേവാലയം ശുദ്ധീകരിച്ചതിലൂടെയൊക്കെ യഹൂദന്മാരുടെ കണ്ണിലെ കരടായി യേശു മാറിയിരുന്നു. 4-ാമത് യഹൂദ റബ്ബിമാർ നിയമം പഠിച്ചിരുന്നത് രാത്രിയിലാണ്. Through the cleansing of the temple, Jesus became a stumbling block for the Jews. എന്നിട്ട് നമ്മൾ നേരെ പോയത് ദൈവരാജ്യ സംബന്ധമായ ഈ വീണ്ടും ജന്മം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഐ അർജ് യു, ഞാൻ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിർബന്ധിക്കുകയാണ്, ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം എന്ന് പറയുന്ന ഈ വിഷയത്തെ വളരെ ആധികാരികമായിട്ട് പഠിക്കുക. സഭയുടെ പ്രബോധനത്തിൽ നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 1229 മുതൽ 1245 വരെയുള്ള CCC കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിന്റെ പ്രബോധനങ്ങൾ ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിക്കാൻ അവസരമുള്ളവർ അത്തരത്തിൽ പഠിക്കുക. എന്തായിരുന്നാലും ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വലിയ അറിവിലേക്ക് എത്തുക. ആ അറിവ്, ഇന്നത്തെ ആപ്ലിക്കേഷൻ ഞാൻ അത് ജസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുന്നത് കാറ്റിനെ പോലെയാണ്. ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് കാറ്റിനെ പോലെയാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തി കാറ്റിനെ പോലെയാണ്. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്ന പ്രയോഗം. വീണ്ടും ജനിച്ച ഒരു വ്യക്തി കാറ്റിനെ പോലെയാണ്. അവൻ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ യു ആർ അൺലിമിറ്റഡ്. നിങ്ങൾ പരിധികളില്ലാത്തവരാണ്. കാരണം വീണ്ടും ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ബോൺ ഓഫ് ഗോഡ് ആണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുക. ബോൺ ഫ്രം ദി ലൈഫ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ്. വീണ്ടും ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രധാന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പതിയട്ടെ. ഇന്ന് ഇവിടെ വചനം കേൾക്കുന്ന മക്കളെ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാകുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദ വെരി സീഡ് ഓഫ് ഗോഡ് ഈസ് ഇൻ അസ്. നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ലെന്ന് മാത്രമല്ല, എല്ലായിടത്തും നാം ജയാളികളാണ്. ഈ ഒരു ഉറപ്പിൽ, ആ വീണ്ടും ജനന അനുഭവത്തിന്റെ മാമോദീസയുടെ ഉറപ്പ് നമ്മില്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പ്രബോധനം എനിക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് മാമോദീസ ജലം റൂഹാദീഷ്ണ പ്രാർത്ഥനയിലൂടെ പവിത്രമാകുന്നു. ഈ സമയത്തോ അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാളിനോട് ഒരുക്കമായുള്ള ജാഗരണ പ്രാർത്ഥനയിലോ അത് നടക്കുന്നു. മാമോദീസ മുങ്ങുന്നവൻ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിന് ആ ജലത്തിന്മേൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ജലത്തിന്മേൽ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കേണ്ടതിനായി സഭ അവിടുത്തെയോട് യാചിക്കുന്നു. അങ്ങനെ ജലത്താലും ആത്മാവിനാലും ഒരു വ്യക്തി ജനിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് എഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടത്. സോ നമ്മൾ ഇന്ന് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, എനിക്കറിയാം ഇതിന്റെ ഇന്ററപ്ഷൻസും ഈ മൂവിങ് ഒക്കെ ഉണ്ടായിരുന്നു, സോറി ഫോർ ദാറ്റ്. പക്ഷെ നമുക്ക് ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് ഉറപ്പിക്കാം, യു ആർ ബോൺ ഓഫ് ഗോഡ്. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. യു ആർ ബോൺ ഫ്രം ദി ലൈഫ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ജനിച്ചവരാണ്. വീണ്ടും ജനിച്ചവൻ കാറ്റ് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടുന്ന് വരുന്ന എങ്ങോട്ട് പോകുന്നോ ആർക്കും അറിയത്തില്ല. ഇതുപോലെയാണ് നിങ്ങളുടെ സഞ്ചാരപഥങ്ങൾ. നിങ്ങളെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളെ ബന്ധിക്കാൻ ആർക്കും കഴിയുകയില്ല. കാരണം എവിടുന്നാ വരുന്നതെന്നോ എങ്ങോട്ടോ പോകുന്നതെന്നോ അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങൾക്ക് തടയിടാനും നിങ്ങളെ ബന്ധിക്കാനും. നിങ്ങളെ ബന്ധിക്കാൻ കഴിയാത്ത തരത്തിൽ നിങ്ങൾ വീണ്ടും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്.
ആമേൻ. ഇപ്പം കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, ഇന്ന് പ്രത്യേകിച്ച് ഈ സൂം ലൈവിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും കടാക്ഷിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഈ വീണ്ടും ഞാൻ അനുഭവത്തില് സഭയുടെ പ്രബോധനത്തിൽ ആഴമായി ഉറപ്പിക്കപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തരുന്ന വലിയ പ്രകാശനത്തിനായിട്ട് നന്ദി. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീണ്ടും ജനിച്ചവരാണോ എന്ന തെറ്റിദ്ധാരണയും ഞങ്ങൾ തുടർന്നേനെ, അല്ലെങ്കിൽ എന്താ ഇതൊന്നും മനസ്സിലാകാതിരുന്നേനെ. പക്ഷെ ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിലൂടെ ഇത്ര ലളിതമായിട്ട് ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് നന്ദി. എല്ലാവരെയും ആശീർവദിക്കണമേ. സകല വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുടെ വലങ്കരം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. വിശേഷമായ പ്രാർത്ഥനയിൽ നിന്റെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. Thank you all. Thank you for joining. May the good God bless you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.